അനുപനെ പറ്റി എഴുതുമ്പോൾ കീവേഡായിട്ട് പലപ്പോഴും അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ഒന്നാണ് പ്രണയം. അനുപനന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചില വർത്തമാനങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അനുപനൻ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള പ്രണയങ്ങളിൽ ഒന്ന് അത് മുല്ലശ്ശേരി രാജു ചേട്ടന്റെയും ബേബി ചേച്ചിയുടെയും പ്രണയമാണെന്നാണ്. എന്താ ആ പ്രണയം മാത്രം അത്രയധികം സ്വാധീനിക്കാനുള്ള? അല്ല, ഈ നമ്മൾ ഈ കോമൺ പാർലൻസിൽ പ്രണയം എന്ന് പറയുന്നത് അതൊരു വേർഡ് മാത്രം ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് ഐ ഹാവ് ഡിഫറൻസസ് ടു ഇറ്റ്. ബിക്കോസ് ഞാൻ കാണുന്ന അതിനെ ആ വാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലവ് എന്ന് പറയുന്ന ആ വാക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതൊരു സമ്പൂർണമായ കമ്മ്യൂണിക്കേഷനിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ മുല്ലശ്ശേരി ബേബിജിയുടെയും രാജുവേട്ടന്റെയും ബന്ധം എന്ന് പറയുന്നത് 20 years ബെഡ്റിഡനായി കിടക്കുന്ന ഒരാളുമായി ഷീ വാസ് കംപ്ലീറ്റ്ലി ഇൻ കമ്മ്യൂണിക്കേഷൻ എവറി ടൈം. ആ കട്ടിലിന്റെ തുമ്പത്ത് ചെന്നിരുന്ന് വഴക്ക് കൂടാനും പരിഭവം പറയാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട് ആ ബന്ധത്തിന്, വിച്ച് ഇസ് നോ മീൻ ടാസ്ക്. ആ ടാസ്ക് ആയിട്ട് എടുക്കരുത്, ശരിയാണ്, പക്ഷെ ടാസ്കിൽ അത് ഓർഗാനിക് ആയിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇപ്പം ഫോർ ദാറ്റ് മാറ്റർ ഇപ്പം അവര് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്റെ അച്ഛനും അമ്മയും they have been together for 50 years. അവര് തമ്മിലേക്ക് രസകരമായ മറ്റൊരു കമ്പനി, അങ്ങനെ എത്രയോ അച്ഛനമ്മമാർ, എത്രയോ ഈ പറയുന്ന ലവേഴ്സ്, നമുക്ക് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ട്രാൻഷ്യന്റ് ആയിട്ടുള്ള പെട്ടെന്ന് പോകുന്ന ഒരു സാധനമാണ് പലപ്പോഴും ഇത്. നമുക്കൊരു വർഷമൊക്കെ ഇത് വളരെ ഒരു റിഗറസ് പാഷൻ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രണയങ്ങളുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ഞാൻ ടൈമാണ് പ്രണയം എന്ന് പറയുന്നത്. വി ഹാവ് ടു ബി ഇൻ ലവ് ഫോർ എ ബിഗർ പീരീഡ്. ഒരു ഇൻഫിനിറ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ പീരീഡ് ബ്യൂട്ടിഫുൾ അല്ലേ ഇവരെല്ലാം. മേ ബി യുവർ ഫാദർ ആൻഡ് മദർ, മേ ബി സുമേഷിന്റെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ സുമേഷിന്റെ ബ്രദറും സിസ്റ്ററും, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് വിച്ച് സ്റ്റാൻഡ്സ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഈ ടൈമിനെ അതിജീവിക്കാൻ കഴിയുക, സമയത്തിന്, ബോറടിയെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളെ അതിജീവിച്ച് വീണ്ടും ഇഫ് യു ക്യാൻ ബ്രിങ് ഇൻ ദാറ്റ് സോൾഫുൾ കമ്മ്യൂണിക്കേഷൻ ഈവൺ ഇൻ യുവർ ഫൈനൽ ഡേയ്സ്, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് എനിക്ക് 50 years ഒക്കെ ഒരുമിച്ച് ജീവിച്ച ആനിവേഴ്സറി ഒക്കെ ആക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളല്ലേ. മറ്റേതുണ്ട്, വളരെ തീവ്രമായ പ്രണയങ്ങളുണ്ട് വിച്ച് ഫിസിൽസ് ഔട്ട് ഇൻ 6 months അല്ലേ. ഇപ്പൊ ഈ അടുത്ത കാലത്തൊരു സിനിമ ഉണ്ട്, ഞാൻ ഒരു അസമീസ് പടമാണെന്നാണ് തോന്നുന്നത്, കണ്ടു. ആ പടം അതാണ്. അപ്പൊ അത് ആലോചിച്ചപ്പോ ഇത് നമ്മുടെ മേനോൻ എഴുതണ പോലത്തെ ഒരു പരിപാടിയല്ലേ. പക്ഷെ എനിക്കതിലെ വയലൻസ് ഞാൻ എഴുതില്ല, എനിക്കത്. പക്ഷെ അത് വയലൻസ് അല്ല, അതായത് ബ്യൂട്ടി അതാണ്. അത് ഈ പറയുന്ന അവരുടെ ബ്രെയിൻ വയറാവുന്നത് ആ ഒരു ഇഷ്ടത്തിലാണ്. അത് മാത്രമല്ല, അതിനെ വേറൊരു അർത്ഥത്തിൽ നോക്കുമ്പോ, ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അമിസ് അറിയില്ലായിരിക്കും, ഞാൻ നീ മാത്രം സംസാരിക്കുന്ന ഒരു കാര്യം ഇത് മാറും. അമിസ് ഒരു മെയിൻ സ്ട്രീം ആസാമീസ് പടമാണ്. അതിന്റെ OTT പ്ലാറ്റ്ഫോം എനിക്കറിയില്ല, പക്ഷെ അത് ഗംഭീരാണ്. ആൻഡ് കുറെ നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ട്. യു കൻ ചെക്ക് ഔട്ട്. വെരി സിംപ്ലി ടോൾഡ് അല്ലേ. നമ്മള് അവരുടെ ഒക്കെ ഫസ്റ്റത്തെ പടാണ് പെട്ട ആക്ടേഴ്സിന്റെ ഒക്കെ ഒരുവിധം എല്ലാ ആക്ടേഴ്സിന്റെ ഫസ്റ്റ് പടം. ഇത്രയും വലിയ മിടുക്കന്മാരിയ്ക്കുമ്പോ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കിട്ടി വളരെ കംഫർട്ടബിളി എൻസ്കോൺസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ വി ഹാവ് നോ റൂം ഫോർ കംപ്ലൈന്റ്സ്, വി ഹാവ് നോ റൂംസ് ഫോർ നമുക്കൊരു ആർഗ്യുമെന്റ് ഓവർ വാട്ട് ദിസ് നേച്ചർ ഹാസ് ഗിവൻ യു കണ്ടന്റ്. ഈ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ രാജുചേട്ടനും ബേബി ചേച്ചിയായിരുന്നു ബ്യൂട്ടിഫുളിന്റെ ഇൻസ്പിറേഷൻ. അവരുടെ ഒരു ബോണ്ട് ആയിരുന്നു പലതും. അതിൽ ഒരെണ്ണമായിരുന്നു ഉറപ്പായിട്ടും. ഇവർ ആദ്യം കാണുന്നത് എപ്പോഴാ അത് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോ നമ്മൾ കുറച്ചേരം അവര് നിൽക്കൂല മനസ്സിൽ. ഇതിലെ രസം വെച്ച് ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടില്ല. ഞാൻ ബേബിയെ പരിചയപ്പെടുന്നത് രഞ്ജേട്ടൻ വഴിയാണ്. രഞ്ജേട്ടനും ഗിരീഷേട്ടനും പുത്തഞ്ചേരി, അവര് വഴിയാണ് ഞാൻ ബേബിയെ പരിചയപ്പെടുന്നത്. അന്ന് രാജുവേട്ടൻ മരിച്ചുപോയി. അപ്പൊ എനിക്ക് ആ രാജുവേട്ടൻ കിടന്നിരുന്ന കട്ടിലും അതൊരു ഭയങ്കര മോട്ടിഫാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മെറ്റഫർ. ഉറപ്പായിട്ടും അത്. സോ ഐ സ്റ്റാർട്ടഡ്. ഇപ്പൊ ഞാൻ എവിടെയായാലും ഐ എം മഗ്ഗിങ് ആഫ്റ്റർ സ്റ്റോറീസ്. എനിക്ക് ഇഷ്ടമാണ് ഈ ആൾക്കാരുടെ കഥകൾ കേൾക്കാനും. ഞാൻ പാവാട ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും പൃഥ്വിയും കൂടെ സ്ഥിരമായി ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ കാരവാനിൽ ഇരിക്കുമ്പം വേണുചേട്ടനും മണിയമ്പൽ രാജേട്ടനും വരും. നെടുമുടി വേണു, മണിയമ്പൽ രാജേട്ടൻ. ഞങ്ങളൊരു 7 മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ 10:30-11 മണി അതിനകത്തിരുന്ന് കഥകൾ കേൾക്കും ഇവരുടെ.
പഴയ വളരെ വേർഡൻഡ് ആയിട്ടുള്ള മലയാള സിനിമയുടെ ഈ പറയുന്ന ഏറ്റവും ശാദ്വല കാലഘട്ടത്തിലെ കഥകൾ. അതുപോലെ ഇത്തരം കഥകൾ കേട്ടപ്പോൾ ബേബിയേച്ചി പറയുന്നതും രഞ്ജേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളതും, ബേബിയേച്ചിയുടെ മോളുണ്ട് നാണിയും അനൂപുണ്ട്, നിരഞ്ജനയുടെ അമ്മയും അച്ഛനും. അപ്പൊ അവര് പറയുന്ന കഥകളും, സോ ഇറ്റ് വാസ് ഒരു കൺഫ്ലുവൻസ് ഓഫ് സോ മെനി സ്റ്റോറീസ്. അതിൽ നിന്നാണ് എനിക്കത് കിട്ടുന്നത്. ഞാൻ ഫോർ ദാറ്റ് മാറ്റർ ഐ ടെൽ യു നോട്ട് ഓൺലി ദാറ്റ് ലവ് സ്റ്റോറി, ദർ ആർ കൗണ്ട്ലെസ് അതർ ലവ് സ്റ്റോറീസ് വിച്ച് ഇസ് ക്ലോസ് ടു മൈ ഹാർട്ട്. പീപ്പിൾ യു ഡോണ്ട് നോ. ഇപ്പം ബേബിച്ചിയുടെയും ഒക്കെ പറയുന്നത് വെച്ചാല് നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ, എൻ്റെ വൈഫിന്റെ ഫാമിലിയിലൊക്കെയുള്ള ഒരുപാട് പേര്. അവരുടെ രസമുള്ള കാര്യമാണ്. ഞാൻ ദർ ഇസ് വൺ അതർ കപ്പിൾ, താമ്പിച്ചാച്ചൻ ഗീരമ്മായി എന്ന് പറഞ്ഞിട്ട് കോലഞ്ചേരിയുള്ള, അവർ 2 മക്കളും അമേരിക്കയിലും ബാംഗ്ലൂരും ഒക്കെയാണ്. അവരൊരു വലിയ വീടിന്റെ അകത്ത് നമ്മൾ ഈ മറ്റേ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സിനിമ അതുപോലത്തെ ഒരു വീടാണ്. അതിനകത്ത് പാമ്പുകളുണ്ട്, മറ്റേ പല പല ഇഴജന്തുക്കളുണ്ട്. അവരെയൊക്കെ ഒരു കോ എക്സിസ്റ്റൻസിൽ ഇവർ രണ്ടുപേരും കൊണ്ടുപോകുന്ന ഇതുണ്ട്. സഖാവ് മൂർഖൻ എന്നൊക്കെ വിളിച്ചിട്ട് മേ ബി അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ തമ്പിച്ചാച്ചൻ ഇസ് വൺ, എനിക്ക് ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, എനിക്കൊരു ക്യാരക്ടറൊക്കെ ആക്കണമെന്ന് തോന്നിയ ആളാണ് പുള്ളി. നന്നായിട്ട് പഴയ ജിം റീവ്സിന്റെ ഒക്കെ പാട്ടുകൾ പാടും, വിന്റേജ് ഇംഗ്ലീഷ് സോങ്സ്. സോ അവര് മറ്റൊരു അത്തരം കപ്പിളാണ്. സോ മെനി. രഞ്ജേട്ടനായിട്ടുള്ളൊരു അസോസിയേഷൻ അതെടുത്ത് പറയേണ്ട ഒന്നാണ് ലൈഫിൽ. ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് അനൂപേട്ടൻ അങ്ങോട്ട് പറയുമായിരുന്നു ഈ തിരക്കഥ വായിച്ചിട്ട്, ഇത് പല കാലഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് തമിഴിൽ നിന്ന് വിക്രത്തിനെയൊക്കെ ആലോചിച്ചാലോ എന്ന് പറഞ്ഞൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ട്രൂ ആണോ? അതുകൊണ്ട് ഞങ്ങളത് അങ്ങനെയല്ല. കഥ എങ്ങനെയാന്ന് വെച്ചാല് ഞാനും ജ്യോതിർമയും കൂടെ ചെയ്യേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് അത്. ആക്ച്വലി രഞ്ജേട്ടൻ ആദ്യം പ്ലാൻ ചെയ്ത് അങ്ങനെയാണ്. അതിന് സുബേർക്ക, നമ്മുടെ വർണ്ണയത്ര മഹാസുബേർ വന്ന് കഥ കേട്ടിട്ട് നിങ്ങളെന്തിന് ഷോർട്ട് ഫിലിം ആക്കുന്നത്, നിങ്ങൾ സിനിമയായിക്കൂടെ? സിനിമയാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനെന്ന് പറയുന്ന ഒരു നോൺ എൻറ്റിറ്റിയാണ് സിനിമയിൽ. അന്ന് നമ്മൾ പറയുന്നൊരു പടമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മാറ്റിയിട്ട് പൃഥ്വിയും പ്രിയാമണിയുമാണ്. അപ്പൊ അതിനിടയ്ക്ക് അപ്പൊ എന്നിട്ട് ഐ വാസ് സപ്പോസ് ടു ഡു അക്ബർ അഹമ്മദിന്റെ ക്യാരക്ടർ, ആ ഡയറക്ടർ. അങ്ങനെ ആയത്. അങ്ങനെ ഞങ്ങള് തിരക്കഥ ഇങ്ങനെ എഴുതുന്നു. പിന്നെ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നു, ഞാൻ എഴുതുന്നു. എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല ഇതിനകത്ത്, അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ഞാൻ എഴുതിയെടുക്കുന്നത് ഞാനാണ്. അത് ഭയങ്കര രസമുള്ള ഒരു ഭയങ്കര നല്ല മഴയത്ത് രഞ്ജേട്ടന്റെ പഴയ വില്ലയിലാണ് അത് സംഭവിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റൊരു സിനിമാറ്റിക് ഐക്കോണാണ് രഞ്ജേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബ്ലിസ്ഫുൾ സെറിമണി. അപ്പം അതിന്റെ ഒരു പോയിന്റ് എത്തിയപ്പം രാജു വിളിച്ചു പറഞ്ഞു, അവന് രാവൺ എന്ന് പറഞ്ഞ പടം വന്നു മണിരത്നത്തിന്റെ. അവന് ബൾക്ക് ഡേറ്റ്സ് അങ്ങോട്ട് കൊടുക്കണം, ഇതാ പറ്റത്തില്ല. അങ്ങനെ രാജുവിന് പകരം ആര് എന്നുള്ള ചിന്തകൾ വന്നു. അങ്ങനെ അതിനകത്ത് മാധവൻ, അജിത്ത്, തമിഴിൽ നിന്നൊരു ഒരുപാട് പേര്. അപ്പൊ ഞങ്ങള് കോർഡിനേറ്റ് ചെയ്യുന്നു. ശങ്കർ അവരെ വിളിക്കുന്നു, പത്മകുമാർ പപ്പേട്ടനുണ്ട്, അദ്ദേഹം വിളിക്കുന്നു. ഷേബാസ് അവൻ ഇടയ്ക്ക് വരും, അവൻ പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഷേബാസിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പം ആരും കൂടെ ശരിയാവുന്നില്ല. മാധവന് ഡേറ്റ് ഇല്ല, മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിന് ഡേറ്റ് ഇല്ല, ആർക്കും ഇല്ല. പിന്നെ മലയാളത്തിൽ നിന്നും ആരെയൊക്കെ നോക്കി, അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. കാരണം ഈ അതൊരു ഈസി റോൾ അല്ലല്ലോ. 26 to 55 എല്ലാ ഏജും ചെയ്യേണ്ടതാണ്. അങ്ങനെ എഗൈൻ ഒരു വലിയ മഴയത്ത് ഷേബാസ് അമ്മനെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പം പപ്പേട്ടൻ ഫ്രണ്ടിലിരിക്കുന്നു, ഞാൻ വണ്ടി ഓടിക്കുന്നു, എന്റെ വണ്ടിയാണ്. അപ്പം പപ്പേട്ടൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ബാക്കിൽ ഷേബാസ് അമ്മന് രഞ്ജേട്ടന്. അപ്പൊ പപ്പേട്ടനെ ആരെയോ ഒരാൾ വിളിച്ച്, ഇവിടുത്തെ ഏതോ നടനെയാണ്. അപ്പൊ വിളിച്ചിട്ട്, രഞ്ജി അയാൾ നടക്കില്ല കേട്ടോ, അയാളിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. നമുക്ക് ഇയാളെ വിളിച്ചാലോ എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റൊരു നടന്റെ പേരെന്തോ പറയുമ്പോൾ രഞ്ജേട്ടൻ ബാക്കിൽ എന്ന് പറഞ്ഞു, അജയചന്ദ്രൻ ചെയ്യുന്നയാളാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത്. ദാറ്റ് വാസ് എ മൊമെന്റ്. Such halcyon moments. കയ്യിന്ന് പോ അങ്ങനെ അതൊരു എന്താ പറയാ, again it's an orgasmic pleasure. So it was a moment. അത് നമ്മൾ അങ്ങനെ ജീവിതത്തിൽ അങ്ങനത്തെ നമുക്ക് എന്താ പറയാ, നമ്മളൊരു മാർക്ഡ് ആയിട്ടുള്ള പല ലാൻഡ്മാർക്ക് മൊമെന്റ്സ് ഉണ്ടാവില്ലേ. ഇറ്റ് വാസ് വൺ സച്ച്. അങ്ങനെ പറയുമ്പോൾ ഇത്തരം മൊമെന്റ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. ആരൊക്കെ കൂടെ, ഷേബാസ് അമ്മൻ ബാക്കില്, മഴ, ഈ അപ്പുറത്ത് കണ്ണു കാണാൻ പറ്റാത്ത ഒരു റോഡ്, അങ്ങനെയൊക്കെയുള്ള
ആ ഫ്ലാഷസ് ആണ് ഇപ്പം മനസ്സിലേക്ക് വരുന്നത്. സോ ദാറ്റ് ഹാപ്പൻസ് വിത്ത് എവറിബഡീസ് ലൈഫ്.